ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. എന്റെ ഷോ തുടങ്ങിയിട്ട് ഇതെന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. സോ സെക്കൻഡ് എപ്പിസോഡിൽ എനിക്ക് നല്ല വ്യത്യസ്തമായിട്ട് 3 ആൾക്കാരെയാണ് കിട്ടിയിരിക്കുന്നത്. എബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാർ എനിക്ക് ഗ്രാമറിന്റെ ഇത് എഴുതി തന്ന എനിക്ക് അയച്ചു തന്നു. എന്നാൽ ഒരു മയമില്ലാത്ത തള്ളായി പോയി. ഇംഗ്ലീഷ് സാറിന് പറഞ്ഞാൽ പോലെ അബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാറിന്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് നമ്മൾ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എബ്രോഡിൽ ഇതല്ലേ, എവിടെ എബ്രോഡ്, എവിടെ ചെന്നൈ? ഞാൻ പല ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ, എല്ലായിടത്തും അങ്ങനെ ബോംബെ ഇവിടെയൊക്കെ പോവാറുണ്ട്. ആക്കി തിരിച്ച പോലെ ഒരു ഫീലിംഗ്. എബ്രോഡ് എവിടെ? വിദേശ രാജ്യങ്ങൾ. ഇനി ഞാൻ ധ്യാനോട് കൂടുതൽ ഞാൻ ഏത് രാജ്യമാണ് സാർ എബ്രോഡില്? ഞാൻ ആ ടൈപ്പ് അല്ല. എന്റെ അടുത്ത് നമ്പർ ഒന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. പ്രണയം സീക്രട്ട് ആയിരുന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് കുറച്ച് ആൾക്കാരത് കാണട്ടെ. കല്യാണം കഴിക്കാത്ത ആളാ പ്രണയത്തെ പറ്റി പറഞ്ഞോണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? കഴിക്കുന്നവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിക്കാത്തവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിച്ചവരും പ്രണയിക്കണമെന്നില്ലല്ലോ. കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച നീട്ടേയില്ല. ഇത് നരയൊക്കെ വന്ന് എടാ ഇത് അത് പ്രിമച്വർ ആണ്. എടാ ഞാൻ ഇവൻ ഇങ്ങനെ ഒരു സൂക്കരുണ്ട്, മാസത്തിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ. പാരമ്പര്യമായിട്ട് കിട്ടിയതാ. തലയെ വെള്ളം വീണ ഓടാൻ പട്ടളവും. മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. പറയുന്ന പോലെ ഒരു മെച്ചൂരിറ്റി തോന്നിക്കാനായിട്ടാണ്. കുറച്ച് നമുക്കൊരു സ്വയംവരം അങ്ങ് നടത്തിയാലോ? അതെ, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. സ്വയംവരം ഒരു ഇത് നടത്തിയിട്ട് പല ഇന്റർവ്യൂലായിട്ടും ഇപ്പൊ എനിക്ക് വന്ന് ഇപ്പൊ സ്വാമി സാറും എല്ലാം കയറി വരുന്നതൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് എന്റെ കല്യാണം ഇത്ര വലിയ പ്രശ്നമാണ്. പിന്നില്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിവിടെ സിനിമ ഇപ്പൊ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സിനിമ കിട്ടുന്ന കുറവാ, അതൊരു പ്രശ്നമായി കാണിക്കും. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ? അതൊന്നും ആർക്കും അറിയണ്ട. കല്യാണം കഴിക്കാത്ത കല്യാണം ചെലപ്പോ ഐശ്വര്യം വരുന്നത് അങ്ങനെ ആവാലോ. എന്നിട്ട് ഞാൻ ആലോചിക്കണം, എന്നിട്ട് വന്നില്ലെങ്കിലുണ്ടോ? ശുഭാപ്തി വിശ്വാസം കൈവിടലോ കുഞ്ഞിരാമ. ഒന്നിപ്പഴിച്ച 3 പ്രമാണം. എന്നിട്ട് വേണം 3 പഴിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും. എന്റെ ഭാര്യ ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ ലൈഫിൽ ഐശ്വര്യം ഒക്കെ വന്നത് അർപ്പിത ചേച്ചി വന്നേ പിന്നെയല്ലേ? അല്ല, ഞാൻ ജനിച്ചപ്പോ എനിക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നു. ശ്രീനിവാസന്റെ മോനെ ഐശ്വര്യം ഉണ്ട്. ആ അതെ, ചേട്ടൻ നല്ല സൂപ്പർ ചേട്ടൻ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഓക്കെ. ഇനി നമ്മുടെ സിനിമയിലേക്ക് വരാം. സീക്രട്ട് എന്നാണ് മൂവിയുടെ നെയിം. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? ഈ ഒരു ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, ധ്യാൻ ചേട്ടന്റെ മനസ്സിൽ ഒന്നും ഇരിക്കത്തില്ല. സീക്രട്ട് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നു വീട്ടുകാർ തന്നെ ഒളിച്ചും പാത്തായിരിക്കും എന്തെങ്കിലും രഹസ്യമൊക്കെ പറയുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി, കൂടെ വരാം.